നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മുഴുവൻ പേരായ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞത് വലിയ വിവാദമായിട്ടിരിക്കുകയാണ്. കോൺഗ്രസ്സുകാരനായ ജിൻഡോ ജോൺ അടക്കം അതിന് എതിരെ ഒളിയമ്പുമായി വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റത് വർഗീയവാദിയായ ഒരു മാധ്യമപ്രവർത്തകനായ അബ്ജോദ് വർഗീസ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേട്ടാണ്. ഒപ്പം തന്നെ ശ്രീ രാഹുൽ ഈശ്വർ ഇന്നലെ തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ പൊതുവെ ഒരു സവർണ ഹിന്ദുത്വവാദിയാണ്. സവർണർ അമൃത് പോലെ നന്മയുള്ളവരാണ്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ണാക്കന്മാരാണ് എന്നുള്ള ഒരു ഹൃദയത്തിൽ വ്യക്തമായ ബോധ്യമുള്ള ഒരു മനുഷ്യനാണ് ശ്രീ രാഹുൽ ഈശ്വർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അയാൾ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സവർണരായിട്ടുള്ള നായന്മാരും നമ്പൂതിരിമാരും എന്തോ പുണ്യവാന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന രീതിയിലാണ്. അതിൽ ആത്മാഭിമാനം കൊള്ളുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ ഈശ്വർ. അപ്പൊ രാഹുൽ ഈശ്വറിന് വി ഡി സതീശൻ മേനോൻ എന്ന് പറഞ്ഞത് അതിഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. രാഹുൽ ഇന്നലെ തുള്ളിച്ചാടുകയായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. കാരണം ഈ മേനോന്മാർക്കും സവർണ ഹിന്ദുക്കൾക്കും ഇതിൽ പരം അഭിമാനം ഇനി വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് രാഹുൽ കിടന്ന് കാട്ടിക്കൂട്ടിയിരുന്നത്. ഇനി അബ്ജോദിലേക്ക് വന്ന അബ്ജോദ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത്. ഹിന്ദുക്കൾക്ക് കാര്യമായി പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും നസറാണിയായ അബ്ജോദ് അതിൻ്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരും. ഇതൊരു 1.5 വർഷമായി ഞാൻ നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. തമിഴ്നാട്ടിൽ വിജയ് ജയിച്ചപ്പോൾ 6% തമിഴ്നാട്ടിൽ ക്രിസ്ത്യാനികളെന്നും കേരളത്തിൽ 25% മുസ്ലിങ്ങൾ. അതുകൊണ്ട് അവർക്ക് ഇവിടെ ഒരു മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ല, വിജയ്ക്ക് അവിടെ ഒരു മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞു എന്നാണ്. അതായത് കേരളത്തിലെ ജനങ്ങളും വിജയിനെ ഇഷ്ടപ്പെടുന്ന ആരാധകരും ഒക്കെ തന്നെ വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് വിജയ് മുഖ്യമന്ത്രിയായി എന്നുള്ളത്. അവിടെയും അബ്ജോദ് എന്ന് പറയുന്ന മനുഷ്യൻ കോടിക്കണക്കിന് കാഴ്ചക്കാരുള്ള ഏഷ്യാനെറ്റ് ചാനലിൽ കാണുന്നവരുടെ ഉള്ളിലേക്ക് വർഗീയത വിളമ്പി അങ്ങോട്ട് വിതറുകയാണ്. ഇവിടെ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ മുഴുവൻ നാമമായ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞു. ഒഫീഷ്യലായ പേര് അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. മാത്രമല്ല, ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി സ്വന്തം പിതാവിന്റെ പേര് മാറ്റി പറയുന്നത് ശരിയല്ലല്ലോ എന്നും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യമല്ലേ? ഇവിടെ പിണറായി വിജയൻ എടുത്തു നോക്കുകയാണെങ്കിൽ സ്വന്തം പിതാവ് ഒരു ചെത്തുകാരനായിരുന്നു എന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ മനോധൈര്യമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു കേരളം 10 വർഷം ഭരിച്ചത്. ആ സമയത്ത് ഒരു കോൺഗ്രസ്സുകാരനായ കെ സുധാകരൻ പിണറായി വിജയനോട് പറയുന്നു, ധൈര്യമായി പറയൂ നിങ്ങളുടെ പിതാവ് ഒരു ചെത്തുകാരനാണെന്ന്, ആരെയാണ് നിങ്ങൾ പേടിക്കുന്നത്, അതിനല്ലേ ധൈര്യം കാണിക്കേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുത്തതും മലയാളികൾ കണ്ടതാണ്. അപ്പോൾ അധികാരം കിട്ടുമ്പോൾ സ്വന്തം പിതാവിനെ പേരോ അല്ലെങ്കിൽ പിതാവിന്റെ ജോലിയോ തള്ളിപ്പറയുന്ന ഒരാളല്ല വി ഡി സതീശൻ എന്നുകൂടി അവിടെ തെളിയുകയാണ്. മാത്രമല്ല, ഇ കെ നായനാർ, EMS നമ്പൂതിരിപ്പാട് ഇവരുടെ പേരിനോടൊപ്പം തന്നെ ജാതി പേരുണ്ടായിരുന്നു. അന്നൊന്നും സഖാക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ വി ഡി സതീശന്റെ പേര് പറഞ്ഞപ്പോൾ ആണ് പ്രശ്നം. കേരളത്തിലെ ഒട്ടുമിക്ക ജാതിയിൽപ്പെട്ട ആളുകളും ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ 52% ഇഴവ വോട്ടാണ് ഉള്ളത് എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുണ്ടായി. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വി ഡി സതീശൻ ഈ മേനോനാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ വോട്ട് ചെയ്യുന്നത്. അവർക്ക് ആർക്കെങ്കിലും വർഗീയതയുണ്ടോ? ആ മണ്ഡലത്തിലുള്ള ആൾക്കാർക്ക് ആരെങ്കിലും വർഗീയത കാണിച്ചുകൊണ്ടാണോ വി ഡി സതീശൻ ജയിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അനാവശ്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ജാതീയത കുത്തി നിറയ്ക്കുക എന്നുള്ള കാര്യം ഈ മാധ്യമ പ്രവർത്തകരൊന്ന് ഒഴിവാക്കണം. മാത്രമല്ല, കേരളത്തിലെ പരമ പണ്ഡിതന്മാരും ശുദ്ധമായ മനസ്സുള്ളവരും നന്മ ചെയ്യുന്നവരും നായന്മാരും നമ്പൂതിരിമാരും മേനോന്മാരുമാണ് എന്നുള്ള ഒരു ചിന്തയുള്ള രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ ഒന്ന് മാറി ചിന്തിക്കണം എന്നുകൂടെ പറയാനുണ്ട്. പല മാധ്യമങ്ങളും വി ഡി സതീശൻ എങ്ങനെയെങ്കിലും ഒരു സവർണ ഹിന്ദുവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. കാരണം വി ഡി സതീശൻ ജയിച്ച് മുഖ്യമന്ത്രി ആയി എന്ന് പ്രഖ്യാപിച്ച ആ സെക്കൻഡിൽ വി ഡി സതീശനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതി വി ഡി സതീശന്റെ സഹോദരന്റെ മകൾ അഞ്ജലി എന്ന് മാത്രമാണ്. അതിനോടൊപ്പം അഞ്ജലി മേനോൻ, കാരണം വി ഡി സതീശന്റെ സഹോദരന്റെ മകൾ അഞ്ജലി മേനോനാണ് കേട്ടോ കേരളമേ എന്ന് അറിയിക്കാനുള്ള മാധ്യമങ്ങളുടെ ഒരു വ്യഗ്രതയാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ ഇനി അങ്ങോട്ട് കേരളത്തിലെ മേനോന്മാർക്കൊക്കെ ഭയങ്കരമായി സന്തോഷിക്കാൻ, ആത്മാഭിമാനം കൊള്ളാം. ഇങ്ങനെ പറയാൻ കാരണം
കാരണം ഞാൻ എൻ്റെ FB ഫ്രണ്ടായ കുറെ മേനോന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ BJP അനുയായികളാണ്. ഇടയ്ക്കൊക്കെ നരേന്ദ്രമോദിയുടെ പോസ്റ്റൊക്കെ ഇടാറുണ്ട്. അവരുടെ സ്റ്റോറികളെല്ലാം തന്നെ ഈ VD സതീശൻ മേനോൻ എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്ത് എടുത്ത് ഇട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആത്മാഭിമാനം കൊള്ളുന്ന മേനാമാരോട് പറയാനുള്ളത്, മേനാമാരുടെ തറവാട്ടിലെ തേങ്ങ വിറ്റ കാശുകൊണ്ടല്ല VD സതീശൻ സഞ്ചരിക്കുന്ന കാറും കസാരയും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വെറുതെ അനാവശ്യമായി ജാതീയ ചിന്തകൾ കുത്തിക്കേറ്റി അല്ലെങ്കിൽ ജാതീയമായി നിങ്ങൾ ചിന്തിക്കണം എന്നുള്ള മാധ്യമങ്ങളുടെ അജണ്ടകൾ ഒക്കെയാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സത്യം. VD സതീശൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒഫീഷ്യൽ നെയിം പറഞ്ഞു. അതിൽ കൂടുതലൊന്നും തന്നെ ആ വിഷയത്തിലില്ല. ഇനി ജാതീയമായിട്ട് മറ്റൊരു തമാശ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ശിവഗിരി മഠത്തിലെ സന്യാസികൾ വന്ന് പറയുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ, ഞങ്ങളുടെ ജാതിയായ ഇഴവരിൽ 9 ആളുകൾ MLA ആയിട്ടുണ്ട്, അതിൽ 4 പേരെ മന്ത്രിയാക്കണം. എന്തൊരു കോമഡിയാണ്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നടന്ന് പറയുകയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഫോട്ടോ വെച്ചിട്ട് ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, മനുഷ്യന് എന്ന്. എന്നിട്ട് ഈ ആളുകൾ വന്ന് പറയുകയാണ് ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ആളുകളുണ്ട്, അവരെ മന്ത്രിയാക്കണം. എന്താണ്? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിയും മതവും ഒന്നും ഒരിക്കലും എടുത്തു പോവില്ല. ഈ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും ജാതി പറയും, മതം നോക്കും, എന്നിട്ടൊക്കെയാണ് കുത്തുന്നത്. അല്ലാത്ത രീതിയിൽ കുത്തുന്നവരാണ് യഥാർത്ഥ മതേതരത്വവാദികൾ എന്ന് പറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ യഥാർത്ഥ മതേതരത്വവാദികൾ എന്ന് പറയുന്നത് നമ്പൂതിരിമാരും വിശ്വകർമ്മജരുമാണ്. കാരണം അവർക്ക് മന്ത്രിയുമില്ല, MLA യുമില്ല. അവർ അടയ്ക്കുന്ന നികുതി ചാമയാണെന്ന് തോന്നുന്നു, പണമല്ല തോന്നുന്നു. ഇവരടയ്ക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പണം. ബാക്കിയുള്ളവരൊന്നും ഇവിടെ യാതൊരുവിധ സംഭാവനകളും നൽകുന്നില്ല, മനുഷ്യരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോ ഈ ഇരുമുന്നണികളും, അതായത് ഇടതുപക്ഷവും വലതുപക്ഷവും, ഈ രണ്ടുപേർക്കും ഒരു സീറ്റ് കൊടുക്കുകയോ അവരെ പരിഗണിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ യഥാർത്ഥ മതേതരത്വവാദികൾ, യഥാർത്ഥ മനുഷ്യരായി ജീവിക്കുന്നത് അവർ രണ്ടുപേരുമാണ്. രാഹുൽ ഈശ്വർ പറയുന്നതോടുകൂടി ഒപ്പം ഒന്ന് വിശ്വകർമ്മജരെ കൂടി ഒന്ന് പരിഗണിക്കണം. ഇപ്പൊ ഈ ഒരു കണ്ടംപററി കേരളത്തിൽ അവരും ഒരു യഥാർത്ഥ മതേതരത്വവാദികളാണ്. പ്രത്യേകിച്ച് സംഘടനകളോ രൂപീകരിക്കുകയോ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ മനുഷ്യരായി കാണുന്ന ആളുകളായിട്ട് അവർ മാറിയിട്ടുണ്ട് രാഹുൽ ഈശ്വർ. ഇടയ്ക്ക് വർഗീയതൊക്കെ പറയുമ്പോൾ അവരെയും കൂടെ ഒന്ന് പരിഗണിച്ച് പറയുക എന്നുകൂടി ഒരു റിക്വസ്റ്റ് ആണ് ശരിക്ക്. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. VD സതീശന്റെ ഈ ഒരു ജാതീയമായിട്ടുള്ള പരാമർശം ഒരിക്കലും ഒരു ജാതീയ പരാമർശമല്ല. അദ്ദേഹത്തിന്റെ അച്ഛന്റെ യഥാർത്ഥ പേര് പറഞ്ഞു എന്ന് മാത്രം നല്ലവരായ മനുഷ്യർ, ഇത് കാണുന്ന മനുഷ്യർ കണക്കാക്കുക. ജാതീയമായി പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം എന്ന് തോന്നി. എൻ്റെ അറിവിലുള്ള, ഈ എൻ്റെ നിരീക്ഷണത്തിലുള്ള നിലവിലെ സമകാലിക കേരളത്തിലെ ജാതീയമായ വിഷയങ്ങളാണ് ഞാൻ പ്രതിപാദിച്ചത്. ഒരു വിധത്തിലുള്ള ജാതീയ ചിന്തകളോ ഒരു വിധത്തിലുള്ള മതവിദ്വേഷമോ ഒന്നും തന്നെ വ്രണപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതേപോലെ പ്രിയ പ്രേക്ഷകർ, എന്നെ കാണുന്ന ആളുകളുമായി ചർച്ച ചെയ്തു എന്ന് മാത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക. സാധാരണ ഞാനിങ്ങനെ പറയാത്തതാണ്, വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.